ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 3. ലിറ്റർജി എന്ന വാക്കിന്റെ ഉൽപ്പത്തി, പദോൽപ്പത്തി, അത് ബൈബിളിൽ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, ഏതെല്ലാം അർത്ഥത്തിലാണ്, എന്താണ് ലിറ്റർജി എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ പദോൽപ്പത്തി തുടങ്ങാം. പദോൽപ്പത്തി ശാസ്ത്രം, എറ്റിമോളജി. ലെയ്തുർഗിയ അതാണ് ഗ്രീക്ക്. അത് രണ്ട് വാക്കുകളുടെ സങ്കരമാണ്, മിശ്രിതമാണ്. ലെയ്റ്റോസ് അത് ലാവോസ് എന്ന വാക്കിൽ നിന്ന് വരുന്നതാണ്. ലാവോസ് എന്ന് പറഞ്ഞാൽ ജനം, പൊതുജനം. ലാവോസ് ജനം, പൊതുജനം, ദൈവജനം എന്നൊക്കെ പറയും. അതിന്ന് ലാവോസ് എന്ന വാക്കിൽ നിന്ന് ലെയ്റ്റോസ്. നമ്മൾ ലെയ്റ്റി എന്ന് പറയുമല്ലോ, ലെയ്റ്റി, അൽമായൻ, പൊതുജനം. ആ ലെയ്റ്റി എന്ന വാക്ക് വരുന്നത് ലാവോസ് എന്ന വാക്കിൽ നിന്നാണ്. ലാവോസ്, ലെയ്റ്റോസ്, ലെയ്റ്റി ഇംഗ്ലീഷ്, നമ്മൾ അൽമായൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ ലാവോസ് എന്ന വാക്കിൽ നിന്നാണ്, ജനം എന്ന വാക്കിൽ നിന്നാണ് ലെയ്റ്റോസ് എന്ന വാക്ക് വരുന്നത്. ജനം, പൊതുജനം, അൽമായൻ എന്നൊക്കെയാണ് അർത്ഥം. എർഗോ, ലെയ്തുർഗിയ, ലെയ്ത്തോസ് പ്ലസ് എർഗോ. എർഗോ എന്ന് പറഞ്ഞാല് ചെയ്യുക, പ്രവർത്തിക്കുക, ഒരു പ്രവൃത്തി. ലെയ്തുർഗോസ് എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവൃത്തി ചെയ്യുന്ന ആള്. ലെയ്തുർഗോസ് ഒരു പൊതുപ്രവൃത്തി ചെയ്യുന്ന ആള്, പൊതുപ്രവർത്തകൻ എന്ന് പറയാം. പൊതുവായി പ്രവൃത്തി ചെയ്യുന്നവൻ, പൊതുപ്രവർത്തകൻ. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തകൻ എന്നൊക്കെ പറയല്ലോ. ഒരു പൊതുവായി പ്രവൃത്തി ചെയ്യുന്നത്, അതാണ് അതിന്റെ ഭൗതികമായ അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ. അപ്പോ ലെയ്തുർഗയോ എന്ന് പറഞ്ഞാൽ പൊതുപ്രവൃത്തി ചെയ്യുക. ലെയ്തുർഗമ എന്ന് പറഞ്ഞാൽ പൊതുപ്രവൃത്തി. ലെയ്തുർഗമ, ഞാൻ ഈ വാക്കുകൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. ഇതാണ് ഗ്രീക്ക് ഭാഷയിൽ ഈ വാക്കിനർത്ഥം. ഗ്രീക്ക് ഭാഷയിൽ, സാഹിത്യത്തിൽ. എന്നാൽ പഴയ നിയമത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സെപ്തുജിന്തില്. ഹീബ്രു ബൈബിളിന്റെ പരിഭാഷ, ഗ്രീക്ക് പരിഭാഷയാണ് സെപ്തുജിന്ത്. ആ സെപ്തുജിന്തില് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സവിശേഷമായ അർത്ഥത്തിലാണ്. സമാഗമ കൂടാരത്തിലെ പൊതു ശുശ്രൂഷ അത് സൂചിപ്പിക്കാനാണ് ലെയ്തുർഗോസ് അല്ലെങ്കിൽ ലെയ്തുർഗിയ എന്ന് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 8:22, 16:9, 18:4, 2 ദിനവൃത്താന്തം 31:2. ഇവിടെയെല്ലാം ലെയ്തുർഗിയ അല്ലെങ്കിൽ ലെയ്തുർഗോസ് അല്ലേ എന്നെല്ലാം പറയുന്നത് സമാഗമ കൂടാരം, അതായത് പൊതുജനം ദൈവത്തെ ആരാധിക്കാനായി സമ്മേളിച്ചിരുന്ന സമാഗമ കൂടാരത്തിലെ പൊതു ശുശ്രൂഷ. അതാണ് ഈ ലെയ്തുർഗിയ എന്ന വാക്കിന്റെ അർത്ഥം പഴയ നിയമത്തില്, സെപ്തുജിന്തില്. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പ്രവാചക ഗ്രന്ഥങ്ങളില് പുരോഹിതന്മാരുടെ പൊതുപ്രവൃത്തി, ദൈവശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ ശുശ്രൂഷ, പൊതു ശുശ്രൂഷ, അതിനാണ് ഈ ലെയ്തുർഗിയ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ജോയേലിന്റെ ഗ്രന്ഥത്തില് 1:9, 2:17 ഈ വാക്ക് കാണാം. യാഹ്വേയുടെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. യാഹ്വേയുടെ ശുശ്രൂഷകരായ ലെയ്തുർഗുന്തസ് ശുശ്രൂഷകരായ പുരോഹിതന്മാർ. അപ്പൊ യാഹ്വേയുടെ ശുശ്രൂഷകര് ആയ പുരോഹിതന്മാര്. അപ്പൊ പുരോഹിത ശുശ്രൂഷയാണ് ലെയ്തുർഗിയ, പുരോഹിത ശുശ്രൂഷകന്മാരാണ് ലെയ്തുർഗോസ്. ലെയ്തുർഗോസ് എന്ന് പറഞ്ഞാൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവര്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സില് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ആഴം നമ്മൾ കണ്ടതാണ്. ഇച്ചിരി കട്ടിയായ കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ലിറ്റർജിയുടെ ക്ലാസ് തുടങ്ങിയത്. പക്ഷെ അത് അടിസ്ഥാനമാണ്, അടിത്തറയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ 2 ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അതിന്റെ ആഴം കുറച്ചുകൂടി മനസ്സിലാകും. കഴിഞ്ഞ ക്ലാസ്സുകൾ നോട്ട് എടുത്തിട്ടുള്ളവരൊക്കെ ഒന്ന് റെഫർ ചെയ്യുക, വീഡിയോ കാണാത്തവരൊന്ന് വീഡിയോ കാണുക, മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുക. അപ്പം പലർക്കും പലതരത്തിലാണല്ലോ മനസ്സിലാകുക. ആ മനസ്സിലായ കാര്യങ്ങൾ എല്ലാം ഒന്ന് ചർച്ച ചെയ്യുക. മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. കമന്റിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ശ്രദ്ധിക്കാം. എല്ലാ ദിവസവും നോക്കിയില്ലെങ്കിലും മിക്ക ദിവസവും ഞാൻ നോക്കാം.
പറ്റുമ്പോഴൊക്കെ ഞാൻ നോക്കാം. പുതിയ നിയമത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നത് ലൂക്ക 1:23 നമ്മൾ കാണുന്നത് സക്കറിയ പുരോഹിതന്റെ ശുശ്രൂഷ കാലം കഴിഞ്ഞപ്പോൾ, ശുശ്രൂഷ അതായത് ദേവാലയത്തിലെ ശുശ്രൂഷ, സക്കറിയ പുരോഹിതൻ ദേവാലയത്തില് പുരോഹിതർ ശുശ്രൂഷ ചെയ്യുന്ന കാലം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയെന്നാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഹേമറ ലൈത്തുർഗിയ, ലിറ്റർജിയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ. ലൂക്ക 1:23 ലൈത്തുർഗിയ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു, ലിറ്റർജി എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഹെബ്രായ ലേഖനം 8:6 ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാകയാൽ വിശേഷതയേറിയ ശുശ്രൂഷ ലൈത്തുർഗിയാസ് പ്രാപിച്ചിരിക്കുന്നു. ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാകയാൽ വളരെ വിശേഷപ്പെട്ട ശുശ്രൂഷ, ദൈവശുശ്രൂഷ ലൈത്തുർഗിയാസ് പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ലൈത്തുർഗിയ എന്ന വാക്കിന് സാഹിത്യത്തില് പൊതു ശുശ്രൂഷ, പൊതുപ്രവൃത്തി എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും പഴയ നിയമത്തിൽ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷ, പൊതു ശുശ്രൂഷ, അത് ദൈവാരാധനയ്ക്കാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പ്രവാചക ഗ്രന്ഥങ്ങളില് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് യാഹ്വേയുടെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ എന്നുള്ള അർത്ഥത്തിലും യാഹ്വേക്ക് ശുശ്രൂഷ അർപ്പിക്കുന്ന പൗരോഹിത്യ പ്രവൃത്തി എന്ന അർത്ഥത്തിലുമാണ്. ഈ അർത്ഥം തന്നെ പുതിയ നിയമത്തില് സക്കറിയ പുരോഹിതന്റെ കാര്യത്തിലും യേശുവിന്റെ കാര്യത്തിലും ഉപയോഗിച്ചിരിക്കുന്നു. യേശുവിന്റെ കാര്യത്തിലാകട്ടെ, അവൻ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാകയാൽ, വാഗ്ദാനപ്രകാരമുള്ള പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാകയാൽ വളരെ വിശേഷപ്പെട്ട ലിറ്റർജി പ്രാപിച്ചിരിക്കുന്നു. ലിറ്റർജി ശുശ്രൂഷ ലൈത്തുർഗിയാസ് പ്രാപിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തില് ഈ പഴയ നിയമത്തില് പുരോഹിത ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വാക്കായതുകൊണ്ട് നമ്മൾ പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നത് മഹാപുരോഹിതനും ഏകമധ്യസ്ഥനുമായ ക്രിസ്തുവിനോട് ചേർന്ന് സഭ ദൈവത്തിന് ചെയ്യുന്ന പരസ്യമായ പൊതു വിശുദ്ധ പൗരോഹിത്യ പ്രവൃത്തിയാണ് ലിറ്റർജി. ഞാൻ ഒന്നുകൂടി പറയാം. ഏകമധ്യസ്ഥനും മെൽക്കിസെദെക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനുമായി ക്രിസ്തുവിനോട് ചേർന്ന് കത്തോലിക്ക സഭ ദൈവത്തിന് ചെയ്യുന്ന പരസ്യമായ പൊതുവായ വിശുദ്ധ പൗരോഹിത്യ പ്രവൃത്തിയാണ് ലിറ്റർജി. ഇതാണ് ലൈത്തുർഗിയ അല്ലെങ്കിൽ ലിറ്റർജി എന്ന വാക്കിന്റെ പദോൽപത്തി. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇത് ഇങ്ങനെ ടെക്നിക്കൽ സാങ്കേതികമായ കാര്യങ്ങളായതുകൊണ്ട് പല പ്രാവശ്യം കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണ് ഈ ലിറ്റർജി എന്ന വാക്ക് നമ്മൾ സഭയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നുള്ള കാര്യം. ഈ ലിറ്റർജി എന്ന വാക്ക് കേൾക്കുമ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള കുറെ ആളുകളെങ്കിലും വിചാരിക്കുന്നത് കത്തോലിക്കർ ചെയ്യുന്ന വിഗ്രഹാരാധനയാണ് ലിറ്റർജി എന്നാണ്. കത്തോലിക്കർ ചെയ്യുന്ന വിഗ്രഹാരാധനയാണ് ലിറ്റർജി എന്നാണ് പലരും വിചാരിക്കുന്നത്. അങ്ങനെയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഈ വാക്കുകളെല്ലാം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നതും പൗരോഹിത്യ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. അതിനാൽ തന്നെ നമ്മൾ കത്തോലിക്കർ ചെയ്യുന്നതാണ് ശരിയായ രീതി. ദൈവത്തിന് പൊതുവായി പരസ്യമായി നൽകുന്ന ശുശ്രൂഷ, അത് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിന്റെ കൂടെ പിതാവായ ദൈവത്തിന് ചെയ്യുന്ന വിശുദ്ധമായി പൗരോഹിത്യ പ്രവൃത്തി, അതാണ് ലിറ്റർജി, ലൈത്തുർഗിയ. അത് ചെയ്യുന്ന ആള് ലൈത്തുർഗോസ്, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു. ഇതിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ കുറച്ച് വിശദമായ കാര്യങ്ങൾ ആദ്യത്തെ 2 വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് ഇത് കണ്ടിട്ട് ഇപ്പൊ പഠിച്ചിട്ട് പുറകിലേക്ക് പോയാൽ കുറച്ചുകൂടി ആഴത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 4. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈത്തുർഗിയ, ലിറ്റർജി എന്ന വാക്കിന്റെ പദോൽപത്തി നമ്മൾ കണ്ടു. അത് സാഹിത്യത്തിൽ ഒരർത്ഥമാണെങ്കിലും ബൈബിളിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് ദൈവത്തിന് കൊടുക്കുന്ന പരസ്യമായ ആരാധന, ആ അർത്ഥത്തിലാണ്. ദൈവാലയത്തിലെ ദിവ്യ ശുശ്രൂഷ എന്ന അർത്ഥത്തിലാണ് ലൈത്തുർഗിയ അല്ലെങ്കിൽ ലിറ്റർജി എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ
ക്ലാസ്സിൽ കണ്ടു. എന്ന് വെച്ചാൽ പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ അതൊരു പുരോഹിത പ്രവൃത്തി. പഴയ നിയമത്തിൽ അങ്ങനെ തന്നെ പുരോഹിത പ്രവൃത്തിയാണ്. ആ പുരോഹിത പ്രവൃത്തിക്ക് പുതിയ നിയമത്തിൽ കുറച്ചുകൂടി ഒരു ക്ലിപ്താർത്ഥമുണ്ട്. മാമോദീസായിലൂടെ രാജകീയ പൗരോഹിത്യം സ്വീകരിക്കുന്ന ലെയ്റ്റിയോടൊപ്പം നിന്ന് ശുശ്രൂഷ പൗരോഹിത്യമുള്ള വൈദികൻ ഏക മഹാപുരോഹിതനായ ക്രിസ്തുവിനോട് ചേർന്ന് ദൈവപിതാവിന് പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ അർപ്പിക്കുന്ന ദിവ്യ ശുശ്രൂഷയാണ് ലിറ്റർജി. ഞാൻ ഒന്നുകൂടി പറയാം. ഇത് എൻ്റെ ഒരു നിർവചനമാണ്, പക്ഷെ അത് വളരെ ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മാമോദീസായിലൂടെ രാജകീയ പൗരോഹിത്യം സ്വീകരിക്കുന്ന ലെയ്റ്റിയോടൊപ്പം, അൽമായരോടൊപ്പം നിന്ന് ശുശ്രൂഷ പൗരോഹിത്യമുള്ള വൈദികൻ ഏക മഹാപുരോഹിതനായ ക്രിസ്തുവിനോട് ചേർന്ന് ദൈവപിതാവിന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ അർപ്പിക്കുന്ന ദിവ്യ ശുശ്രൂഷയാണ് ലിറ്റർജി. ആ ദിവ്യ ശുശ്രൂഷ യേശു ക്രിസ്തു തന്നെ അർപ്പിക്കുന്നതാണ്. ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ചത് ഇന്ന് സന്നിഹിതമാക്കുന്നു. അതാണ് വിശുദ്ധ കുർബാന അഥവാ ലിറ്റർജി. അങ്ങനെയെങ്കിൽ ഈ ഒരു വലിയ ആരോപണത്തിനുള്ള മറുപടി ഇന്ന് പറയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മറുപടി ഇന്ന് തുടങ്ങും. അടുത്ത ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ കഴിയുമ്പോഴാണ് മറുപടി പൂർണ്ണമാകുക. ഈ പല വേദശാസ്ത്രികളും ഒരു വകതിരിവില്ലാതെ അല്ലെങ്കിൽ ഒരു വീണ്ടും വിചാരമില്ലാതെ പറയുന്ന കാര്യമാണ്, ഇപ്പോഴത്തെ കുർബാനയുടെ ലിറ്റർജിയിലെ കാര്യങ്ങളൊക്കെ കർത്താവ് നൽകിയതല്ല, പിന്നെയോ അതൊക്കെ പിന്നീട് 4-ാം നൂറ്റാണ്ടിന് ശേഷം 5-ാം നൂറ്റാണ്ടിന് ശേഷമൊക്കെ ഉണ്ടായതാണ്. വലിയ അബദ്ധമാണ് പറയുന്നത്. അബദ്ധം. ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പൊ ചോദിക്കാം. ഞാൻ പറഞ്ഞ വിശദമായ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. അപ്പവും വീഞ്ഞും, അപ്പം വീഞ്ഞ്, കർത്താവ് അത് ഉപയോഗിച്ചോ ഇല്ലയോ? യേശു ക്രിസ്തു അപ്പം എടുത്ത് ഇല്ലേ? അന്ത്യത്താഴത്തിൽ എടുത്തു. വീഞ്ഞ് എടുത്തു. അപ്പൊ അപ്പവും വീഞ്ഞും ഇപ്പൊ നമ്മൾ കുർബാന ഉപയോഗിക്കുന്നത് യേശു ഉപയോഗിച്ച പോലെ തന്നെയല്ലേ? അതെ. ഈ അപ്പം ഒരു പാത്രത്തിലല്ലേ വെച്ചിരുന്നേ? ഇപ്പൊ നമ്മൾ പീലാസ എന്ന് പറയും. ആ പീലാസ അന്നും ഉണ്ടായിരുന്നില്ലേ? കർത്താവിന്റെ അന്ത്യത്താഴത്തിൽ ഉണ്ടായിരുന്നു. വീഞ്ഞ് അന്തരീക്ഷത്തിലല്ലോ, പാനപാത്രത്തിലല്ലേ, കാസയിലല്ലേ? അതെ. അപ്പോ അപ്പം, വീഞ്ഞ്, പീലാസ, കാസ, പിന്നെ മറ്റുള്ളവർക്കുള്ള 12 പേർക്കുള്ള അപ്പം അന്ത്യത്താഴത്തിൽ അത്ര പേർക്കുണ്ടായിരുന്നില്ലേ? വേറെയും പാത്രത്തിൽ അപ്പം ഉണ്ടായിരുന്നു. കുസ്തോതി, ഇപ്പൊ നമ്മൾ തിരുവോസിട്ട് വെക്കുന്ന കുസ്തോതി, അപ്പൊ അതും അന്നുണ്ടായിരുന്നല്ലോ ആദിമസഭയിൽ. ഷേപ്പ് ഒരല്പം വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ആദിമസഭയിലല്ല, അന്ത്യത്താഴത്തിലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ഈ അൾത്താര മേശ, കർത്താവിന്റെ മേശ, ഈ കർത്താവിന്റെ മേശ എന്ന വാക്കിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ അടുത്ത ടോക്കിൽ കാണും. ഒരു അന്ത്യത്താഴ മേശയിൽ കർത്താവ് ഇരുന്നു. അതിന് കർത്താവിന്റെ മേശ എന്നാണ് പൗലോസ് വിളിക്കുന്നത്. അന്ത്യത്താഴ മേശ എന്നല്ല, കർത്താവിന്റെ മേശ എന്നാണ്. നമുക്ക് തൽക്കാലം അന്ത്യത്താഴ മേശ അല്ലെങ്കിൽ കർത്താവിന്റെ മേശ. ഒരു മേശ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. മേശ ഉണ്ടായിരുന്നു. കർത്താവിന്റെ മേശ ഉണ്ടായിരുന്നു. അതാണ് അൾത്താര. അപ്പൊ അൾത്താര കർത്താവിന്റെ അന്ത്യത്താഴത്തിനുള്ളതല്ലേ? അതെ. എഴുന്നേറ്റ് നിൽക്കുക. നമ്മളിപ്പോ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അന്ത്യത്താഴത്തിൽ ഇരിക്കുകയായിരുന്നു, കിടക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചെരിഞ്ഞ് കിടക്കുകയായിരുന്നു. എന്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കണേ? കാരണം എഴുന്നേറ്റ് നിൽക്കുന്നത് ഉത്ഥാനത്തിന്റെ പ്രതീകമാണ്. അപ്പൊ യേശു അന്ത്യത്താഴത്തിൽ ചെയ്ത കാര്യമല്ല നമ്മൾ കുർബാനയിൽ ചെയ്യുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ചരിഞ്ഞ് കിടന്ന് നെഞ്ചിലേക്ക് ചാരി കിടന്നാണ് ചെയ്യേണ്ടിയിരുന്നത്. അതല്ല, തുടക്കം തൊട്ട് നമ്മൾ എഴുന്നേറ്റ് നിന്നാണ് ചെയ്യണേ. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകാം, അല്ലെങ്കിൽ അടുത്ത ടോക്കിൽ മനസ്സിലാകും. അതുവരെ വെയിറ്റ് ചെയ്യാം. മുമ്പ് പല ടോക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചിലർക്ക് അത് ഓർക്കാം, അല്ലെങ്കിൽ ഞാൻ പറയാൻ ഇരിക്കുന്നു. വചന ശുശ്രൂഷ, കർത്താവ് ഇല്ലേ അന്ത്യത്താഴത്തില് എത്രയോ മണിക്കൂറുകളാണ് വചനം പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 13, 14, 15, 16, 13, 14, 15, 16 4 അധ്യായങ്ങൾ. സമാന്തര സുവിശേഷങ്ങളിലുണ്ട് വചന ശുശ്രൂഷ. അത് കഴിഞ്ഞിട്ട് പട്ടാഭിഷേകം, യോഹന്നാൻ 17. അത് കഴിഞ്ഞിട്ടാണ് ഈ പെസഹാ ഭക്ഷണം. അതിന് സമാപനത്തിലാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. അപ്പൊ വചന ശുശ്രൂഷ കർത്താവ് ചെയ്തതല്ലേ? നമ്മൾ സഭ കണ്ടുപിടിച്ചതാണോ? അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കണ്ടുപിടിച്ചതാണോ? പിന്നെ അനാഫറ എന്ന് പറയുന്നത് എന്താണ്? അനാഫറ പൗലോസ്ലിഹ പറയുന്നത് അവന്റെ മരണം, ഈ അപ്പം മുറിക്കുമ്പോൾ, ഈ പാനപാത്രം ആശീർവദിക്കുമ്പോൾ അവന്റെ മരണമാണ് അവന്റെ 2ാമത്തെ വരവ് വരെ നിങ്ങൾ ആഘോഷിക്കുന്നത്. അതാണ് അനാഫറ. അനാഫറ എന്ന് പറഞ്ഞാൽ ക്രിസ്തു സംഭവമാണ്. ദൈവം മനുഷ്യനായ സംഭവം തൊട്ട് പരിശുദ്ധാത്മാവിനെ അയച്ച് സ്ലീഹന്മാരെ പ്രേക്ഷപ്രവർത്തനം അയക്കുന്ന വരെയുള്ള സംഗതികളാണ് അനാഫറ എന്ന് പറയുന്നത്.
അതുള്ളത് കൊണ്ടല്ലേ അന്ത്യത്താഴത്തിൽ അത് അവരുടെ ഓർമ്മയ്ക്ക് ചെയ്യാൻ കർത്താവിന് പറയാൻ പറ്റിയത്. പിന്നെ നമുക്ക് അറിയുന്നതാണ് സ്ഥാപനവാക്യങ്ങൾ. അത് അദ്ദായി മാറി ശിഷ്യന്മാരുടെ അനാഫ്രയിൽ അത് ഉണ്ടായിരുന്നില്ല, മറ്റ് അനാഫ്രകളിൽ ഉണ്ടായിരുന്നു. ഇല്ലേ, അപ്പം കൈകളിലെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തു. ഇതാണ് സ്ഥാപനവാക്യങ്ങൾ. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്. ആ സ്ഥാപനവാക്യങ്ങൾ, ഇത് എന്റെ ശരീരം, ഇത് എന്റെ രക്തം, അതൊഴിച്ച് ബാക്കിയുള്ള സംഗതികളൊക്കെ അനാഫ്രയുടെ ഭാഗമാണ്. അപ്പം കൈകളിലെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി മുറിച്ച് അവർക്ക് കൊടുത്തു, അത് അനാഫ്രയാണ്. ഇത് എന്റെ ശരീരമാണ്, വാങ്ങി ഭക്ഷിക്കുവേൻ, ഇതെന്റെ രക്തമാണ്, വാങ്ങി കുടിക്കുവേൻ. ആ സ്ഥാപനവാക്യങ്ങൾ അത് ഒരു എന്താ പറയാ, ഏറ്റവും ആദ്യത്തെ അനാഫ്രയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ 1-ാം നൂറ്റാണ്ട് കഴിഞ്ഞ അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ട് ആരംഭമായപ്പോഴേക്കും അതും ചേർത്തു. കാരണം ആ വാക്കുകൾ അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട് അന്യം നിന്ന് പോകരുത് കരുതിയിട്ട്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ഇല്ലേ, എപ്പിക്ലൈസിസ്, നിന്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വരട്ടെ. 2 തരത്തിലാണ് യേശു ഉത്ഥാനത്തെ പുതിയ നിയമത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റു, യേശു ഉയർത്തെഴുന്നേറ്റു സ്വയം ശക്തി കൊണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ ഉയർപ്പിക്കപ്പെട്ടു. ദൈവപിതാവ് പരിശുദ്ധാത്മാവിനെ അയച്ച് യേശുവിനെ ഉയർപ്പിച്ചെന്നർത്ഥം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, നിന്റെ പരിശുദ്ധാത്മ എഴുന്നള്ളി വരട്ടെ. ഞാൻ വിയാനി പുണ്യവാളൻ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ വിയാനി പുണ്യവാളൻ ഇടവക്കാരോട് ചോദിച്ചു, ആരാണ് വൈദികൻ? എന്നിട്ട് അച്ഛൻ തന്നെ മറുപടി പറഞ്ഞു, ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ, വൈദികൻ. പുരോഹിതൻ ഒരു മനുഷ്യനാണ്, പക്ഷെ ആ മനുഷ്യനെ ദൈവം അനുസരിക്കുന്നു. കൈകൾ ഉയർത്തിയിട്ട് നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ, പുരോഹിതൻ പറയുമ്പോൾ, ക്രിസ്തുവിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. അതുകൊണ്ട് തന്നെ ലത്തീൻ സഭയിലാണെങ്കിലും പൗരത്വ സഭകളിലാണെങ്കിലും ഈ വൈദികൻ ജനങ്ങളോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എന്താ പറയുന്നത്? ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി. ലത്തീൻ സഭയിൽ അങ്ങനെ തന്നെയാണ്, എന്റെ കരങ്ങൾ വഴി. അതായത് വൈദികൻ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവം അങ്ങനെ അനുസരിക്കാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ അയക്കുകയാണ് പരിശുദ്ധാത്മാവിനെ. അതുകൊണ്ടാണ് ഈ കൈകൾക്ക് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്. നമ്മൾ ഇതിന്റെ വിശദാംശങ്ങൾ പിന്നീട് കാണും. ചുരുക്കത്തില് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ദിവ്യകാരുണ്യം, അല്ലെ, മുറിച്ചു കൊടുത്തു, അവർ ഭക്ഷിച്ചു. ഇതെല്ലാം അന്ത്യത്താഴത്തിൽ നമ്മൾ കാണുന്നു. കുരിശുമരണവും ഉത്ഥാനവും ഈ അന്ത്യത്താഴത്തിൽ സന്നിഹിതമാകുന്നു. ഇതല്ലേ കുർബാനയുടെ ഘടന? ഇതെല്ലാം യേശുവിൽ നേരിട്ട് വരുന്നതല്ലേ? ഞാൻ ഒന്നുകൂടി പറയാണ്. അപ്പം, വീഞ്ഞ്, അപ്പം സൂക്ഷിക്കാനുള്ള പീലാസ, വീഞ്ഞ് സൂക്ഷിക്കാനുള്ള കാസ, കുസ്തോതി, അൽത്താരമേശ, എഴുന്നേറ്റ് നിൽക്കല്, കുരിശുമരണം, എഴുന്നേറ്റ് നിൽക്കല്, ഉത്ഥാനം കൂടി, പിന്നെ വചന ശുശ്രൂഷ, അനാഫറ, സ്ഥാപനവാക്യങ്ങള്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ദിവ്യകാരുണ്യം, കുർബാന സ്വീകരിക്കല്, ഇതെല്ലാം അന്ത്യത്താഴത്തിൽ സന്നിഹിതമല്ലേ? അപ്പൊ ഇതെല്ലാം ക്രിസ്തുവിൽ നേരിട്ട് വരുന്നതല്ലേ? പിന്നെ എന്ത് കണ്ടിട്ടാണ് ചില വേദശാസ്ത്രികളും പിന്നെ സഭയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആളുകളും ഇതെല്ലാം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 5-ാം നൂറ്റാണ്ടിലാണ് കണ്ടെത്തിയെന്നൊക്കെ പറയുന്നത്? എനിക്കറിയുന്നില്ല. ഇതൊക്കെ ബൈബിളിലുള്ള സംഗതികളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പുതുതായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ടോ? അതിനാൽ സഭയുടെ ലിറ്റർജിയുടെ ന്യൂക്ലിയസ്, ഇപ്പൊ ഈ പറഞ്ഞതാണ് ന്യൂക്ലിയസ്, അതെല്ലാം യേശുക്രിസ്തു നേരിട്ട് നൽകിയതാണ്. ലിറ്റർജിയുടെ, സഭയുടെ ലിറ്റർജിയുടെ, ദിവ്യ ശുശ്രൂഷയുടെ, ദേവാലയത്തിലെ ലിറ്റർജിയുടെ ന്യൂക്ലിയസ് എന്ന് പറയുന്ന സംഗതികളാണ് ഞാനിപ്പോ പറഞ്ഞത്. അത് യേശുക്രിസ്തു നേരിട്ട് നൽകിയതാണ്. അന്ത്യത്താഴത്തില് വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെൻ. അത് യേശു നേരിട്ട് പറഞ്ഞൊരു കൽപ്പനയല്ലേ? യേശു എന്താണോ അന്ത്യത്താഴത്തിൽ ചെയ്തത് അത് അവന്റെ ഓർമ്മയ്ക്ക് ചെയ്യാനാ പറഞ്ഞത്, അന്ത്യത്താഴം ഓർമ്മിക്കാനല്ല പറഞ്ഞത്. യേശു എന്താണോ അന്ത്യത്താഴത്തിൽ ചെയ്തത്, അന്ത്യത്താഴം ഓർമ്മിക്കാനല്ല, അന്ത്യത്താഴത്തിൽ യേശു എന്താണോ ചെയ്തത് അത് ഓർമ്മിക്കാനാണ് പറഞ്ഞത്. യേശു എന്താണ് അന്ത്യത്താഴത്തിൽ ചെയ്തത്? അത് ഈ യേശു ചെയ്തത് ക്രിസ്തുവർഷം 33-ലാണല്ലേ? ക്രിസ്തുവർഷം 33-ല് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പൗലോസ് ലീഗ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനത്തില്, 1-ാമത്തെ ലേഖനം 56-ാമത്തെ അധ്യായത്തില്, 56-ാം വർഷത്തിൽ എഴുതിയതാണത്. ക്രിസ്തുവർഷം 56-ൽ എഴുതിയതാണ് ഈ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം. അതിനു മുമ്പ് ഒരു ലേഖനം എഴുതിയിരുന്ന ആ ലേഖനം നമുക്ക് കണ്ടു കിട്ടിയിട്ടില്ല.
ഈ ക്രിസ്തോസ് 56 എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയാണ് 11-ാമത്തെ അധ്യായം 23 മുതൽ, എന്തെന്നാൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. അതായത് 51, അതായത് ക്രിസ്തു മരിച്ചിട്ട് 17 വർഷം കഴിഞ്ഞപ്പോഴേക്കും കൊറിന്തോസിലെത്തി, ഗ്രീസിൽ പൗലോസ് എത്തി. അവർ സഭ സ്ഥാപിച്ചു. സഭ സ്ഥാപിച്ചപ്പോൾ അവർക്ക് കൊടുത്തതാണ് കർത്താവിൽ ഞാൻ പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം എന്ന് 50 ക്രിസ്തോസ് 50 6 വർഷം കഴിഞ്ഞിട്ട് അത് ഓർമ്മപ്പെടുത്തുകയാണ്. 56 ലേഖനം എഴുതുന്നത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാ. അപ്പോൾ ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചു ക്രിസ്തോസ് 50 17 വർഷം കഴിഞ്ഞപ്പോഴത്തെ കാര്യം പറയണേ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം മുറിച്ച് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവേൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അന്ത്യത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് കുടിക്കുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവൻ വരുന്നത് വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അന്ത്യത്താഴത്തിൽ യേശു ചെയ്തു എന്ന് പറയുന്നത്. കർത്താവിന്റെ മരണം, ആ മരണത്തിലൂടെ കടന്നുപോയി അവൻ ഉത്ഥാനം ചെയ്തു. ആ മരണവും ഉത്ഥാനവും യേശു അന്ത്യത്താഴത്തിലേക്ക് മുൻകൂറായി കൊണ്ടുവന്നു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. ഇതാണ് അന്ത്യത്താഴത്തിൽ നടന്നത്. അതാണ് ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ 2-3 പ്രാവശ്യം റിവൈൻഡ് ചെയ്ത് കേട്ടോളൂ. അതുകൊണ്ട് ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം അവന്റെ മരണം അന്ത്യത്താഴമല്ല, മരണം അവൻ വരുന്നത് വരെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഓരോ മനുഷ്യനും ആത്മശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത്. ഇക്കാരണത്താൽ നിങ്ങളിൽ പലരും ദുർബലരും രോഗികളുമാകുന്നു. അനേകർ മരിച്ചുപോയി. ജീവന്റെ അപ്പം ഭക്ഷിച്ച ചിലര് മരിച്ചുപോയി. എന്താ കാര്യം? ആത്മശോധന കൂടാതെ ഇത് വെറും അപ്പം മുറിക്കലാണ്, യഹൂദന്മാരുടെ അപ്പം മുറിക്കലാണ് എന്നെല്ലാം പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും ദൈവസഭക്കാരും ബോണഗൻ ക്രിസ്ത്യൻസും അങ്ങനെ എംബറർ ഇമ്മാനുവേലും ഇങ്ങനെയുള്ള നാനാജാതി അകത്തോലിക്കലും പ്രൊട്ടസ്റ്റന്റുകാരൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ചെയ്തവര് മരിച്ചുപോയി. അവർ ദുർബലരായി, രോഗികളായി. കാരണം അവർക്കിത് വെറും അപ്പമാണ്. അപ്പം മുറിക്കല് ഈ യഹൂദരുടെ പെസഹായുടെ അപ്പം മുറിക്കലാന്ന് ഇവർ പറയണേ. പൗലോസിലേക്ക് പറഞ്ഞ കാര്യമൊന്നും അവർ കേട്ടിട്ടില്ല, വായിച്ചിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ വായിക്കില്ലല്ലോ. കത്തോലിക്ക സഭയ്ക്ക് എതിരായ കാര്യങ്ങൾ അവർ വായിക്കുള്ളൂ. ചുരുക്കത്തിൽ തന്റെ മരണവും ഉത്ഥാനവുമാണ് യേശു മുൻകൂറായി അന്ത്യത്താഴത്തിൽ കൂദാശയായി സ്ഥാപിച്ചത്. യേശുവിന്റെ മരണവും ഉത്ഥാനവുമാണ് മുൻകൂറായി അന്ത്യത്താഴത്തിൽ യേശു ക്രിസ്തു കൂദാശയായി സ്ഥാപിച്ചത്. അവന്റെ ദ്വിതീയാഗമനം വരെ അവൻ പ്രഖ്യാപിക്കുന്ന അവന്റെ മരണവും ഉത്ഥാനവുമാണ്, അന്ത്യത്താഴമല്ല. അവന്റെ മരണവും ഉത്ഥാനവുമാണ് ദ്വിതീയാഗമനം വരെ പ്രഖ്യാപിക്കുന്നത്. ഞാനൊന്ന് ആവർത്തിക്കട്ടെ, ഇത് വെറുമൊരു അപ്പം മുറിക്കലല്ല, വെറുമൊരു വിരുന്നല്ല, വെറുമൊരു ആചാരമല്ല. ഏക പുരോഹിതനായ ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് കൂദാശ എന്ന് പറയുന്നത്. പരിശുദ്ധന്റെ പ്രവൃത്തിയാണ് കൂദാശ, പരിശുദ്ധ പ്രവൃത്തി. ആ പ്രവൃത്തി ആചരിക്കണമെന്ന്, ആഘോഷിക്കണമെന്ന്, ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് യേശു തന്നെയാണ് കൽപ്പിച്ചത്. നമ്മൾ കത്തോലിക്ക സഭ ഉണ്ടാക്കിയതല്ല, തിരുവചനത്തിലുള്ളതാണ്. സത്യവേദ പുസ്തകത്തിലുണ്ട് ആ വചനം. POC ബൈബിളിൽ മാത്രമല്ല. ഇത് വെറും ഒരു വിരുന്നോ വെറും പെസഹ യഹൂദരുടെ അപ്പം മുറിക്കലോ ആയിരുന്നെങ്കിൽ അതിൽ പങ്കെടുക്കുന്നവർ എന്തിനാണ് ആത്മശോധന ചെയ്യുന്നത്? ആത്മശോധന ചെയ്യാതെ പങ്കെടുത്തിട്ട് എങ്ങനെയാണ് രോഗിയാവണേ? എങ്ങനെയാണ് ദുർബലരാകണേ? എങ്ങനെയാണ് മരിച്ചു പോകണേ? അപ്പൊ ഇത് കർത്താവിന് ശരീരത്തിനും രക്തത്തിനുമെതിരെ കുറ്റം ചെയ്യുന്നെന്നാണ് പറഞ്ഞത്. ആര്? ഇപ്പോ പെന്തക്കോസ്തക്കാര്, യഹോവ സാക്ഷികള്, ബോൺ അഗൈൻ ക്രിസ്ത്യൻസ്, പ്രൊട്ടസ്റ്റന്റുകാര്, എംബറർ ഇമ്മാനുവേലുകാരൊക്കെ കർത്താവിന് ശരീരത്തിനും രക്തത്തിനുമെതിരെ കുറ്റം ചെയ്യുന്നു. പേടിക്കണം. നിങ്ങൾ ദുർബലരും രോഗികളും മരിച്ചു പോവുകയും ചെയ്യും. പ്രത്യേകിച്ചും സത്യവിശ്വാസം എന്തെന്നറിഞ്ഞിട്ട് അതിൽ നിന്ന് വീണു പോകുന്നവരാണ് നിങ്ങൾ. വളരെ ഗൗരവമായ തെറ്റാണ്. മുസ്ലിംസും ഹിന്ദുക്കളും ചെയ്യുന്ന തെറ്റിനേക്കാൾ വളരെ വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് യഹോവ സാക്ഷികള്. ഈ
ക്രിസ്ത്യാനികൾ ഉന്മൂലനം ചെയ്യാൻ നടക്കുന്ന മുസ്ലിംസുമായിട്ട് പങ്കുചേർന്നിരിക്കുകയാണ്. അവര് സാത്താന്റെ പാനപാത്രത്തിൽ അവർ പങ്കുചേരുന്നത് യഹോവ സാക്ഷികള്. മറ്റുള്ളവർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. വലിയ കർത്താവിന് ശരീരത്തിനും രക്തത്തിനും വരെ കുറ്റം ചെയ്യുന്നെന്നാണ് പൗലോസ് നിങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ ആദിമ സഭ അന്യൂനമായ ഭാവന കൊണ്ടും അസാധാരണമായ ആഖ്യാന ചാരത കൊണ്ടും ആരാധനക്രമം ഉണ്ടാക്കുകയായിരുന്നില്ല. മറിച്ച് ക്രിസ്തുവിന്റെ അധരങ്ങളിൽ നിന്ന് അടർന്നു വീണ തിരുവചനത്തിൽ നിന്നാണ് സഭയുടെ ലിറ്റർജി ഉണ്ടായത്. ദൈവവും മനുഷ്യനും പാപമില്ലാത്തനോ യേശു ക്രിസ്തുവിന്റെ തിരുവധരങ്ങളിൽ നിന്ന് അടർന്നു വീണ വചനമാണ് ലിറ്റർജിയുടെ ആരംഭം. അതിന്റെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ ന്യൂക്ലിയസിൽപ്പെട്ട എല്ലാ സംഗതികളും ക്രിസ്തു ചെയ്തതാണ്. ബൈബിൾ ഇത് എഴുതിയിട്ടുണ്ട്. സത്യവേദ പുസ്തകത്തിലും എഴുതിയിട്ടുണ്ട്. POC ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഏത് ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കിയാലും ഹീബ്രോ ഗ്രീക്ക് ഒക്കെ എടുത്ത് നോക്കിയാലും കാണാം. അതുകൊണ്ട് ബൈബിളിലെ തിരുവചനത്തിലുള്ളത് എന്ന് വെച്ചാൽ ക്രിസ്തു ചരിത്രത്തിൽ ചെയ്ത ആ സംഭവത്തിലാണ് ലിറ്റർജി ഉടലെടുത്തത്. അവസാന രാത്രിയിൽ യേശു തന്നെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ചത് എന്തോ അതാണ് ഇപ്പോൾ ലിറ്റർജിയിൽ കത്തോലിക്ക സഭ ചെയ്യുന്നത്. അതിലൊരിക്കലും മാറ്റിമറിച്ച് അവതരിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മാറ്റിമറിക്കാനുള്ള ശ്രമങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ നടക്കുമ്പോൾ നമ്മൾ അതിനെ എതിർക്കുന്നത്. കാരണം കർത്താവിന്റെ ശരീരത്തിന് രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്തതായിട്ട് വരും. ഈ സമവായം ഉണ്ടാക്കിയ മെത്രാന്മാരും ആ തെറ്റിൽ ഉൾപ്പെടും. അവർ മെത്രാന്മാരായതുകൊണ്ട് കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കാതെ നേരെ അങ്ങ് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സഭ ഇതുപോലെ താറുമാറാക്കിയതിന്റെ ഉത്തരവാദിത്വം പറയാതെ അവരാരും സ്വർഗത്തിലേക്ക് നേരെ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ കർത്താവ് അതുപോലെ ഒരു കാരണം കാണിക്കട്ടെ. ദൈവശാസ്ത്രത്തിലും മതങ്ങളുടെ ചരിത്രത്തിൽ തന്നെയും മറ്റൊരു മതങ്ങളുടെ ചരിത്രത്തിൽ തന്നെയും തീർത്തും അവരൊന്നും കാണാത്തത്, ഇതപരിധം ഉണ്ടാകാത്തത് തീർത്തും നവീനമായ ഒരു സംഗതിയാണ്. മുൻ മാതൃകകൾ ഇല്ലാത്തൊരു സംഗതിയാണ് യേശുക്രിസ്തു ഈ വിശുദ്ധ കുർബാനയിൽ ചെയ്തത്. അപ്പോ വടക്കേന്ത്യയിലേക്ക് ഇത് പ്രസാദം പോലെയാണെന്ന് ചിലർ വിചാരിക്കുന്നുണ്ട്. എന്താ വ്യത്യാസരിക്കുന്നത് ആളിലാണ്. യേശുക്രിസ്തു നാള് ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമാണ്. അങ്ങനെ ഒരാൾ വേറെ ഇല്ല. അതുകൊണ്ടാണ് അവന്റെ വാക്കുകൾക്ക് മറ്റു ദേവന്മാരുടെ വാക്കുകൾ പോലൊരു അർത്ഥമല്ലല്ലോ ഉള്ളത്. അതുകൊണ്ടാണ് പ്രസാദം പോലെയല്ല വിശുദ്ധ കുർബാന നമ്മൾ പറയുന്നത്. വിശുദ്ധ കുർബാന മാമോദിസ സ്വീകരിക്കാത്തവർക്ക് കൊടുക്കാൻ പറ്റാത്തതിന് കാരണം ഇത് തന്നെയാണ്. അവന്റെ സഭാത്മക ശരീരമായിട്ട് തീർന്നിട്ടില്ലെങ്കിൽ അവന്റെ കൗതാശ ശരീരം കിട്ടില്ല. കർത്താവിന്റെ എക്ലേസിയൽ ബോഡി ആകാതെ അവന്റെ സാക്രമെന്റൽ ബോഡി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊരു ആർക്ക് ചെന്നാലും പ്രസാദം കിട്ടുന്ന പോലെ കിട്ടുന്ന കാര്യമല്ല ഇത്. കാരണം ഇത് കർത്താവാണ്. അപ്പൊ വ്യത്യാസം ഇരിക്കുന്നത് ഈ ആളിലാണ് വ്യത്യാസം ഇരിക്കുന്നത്. ഇത് ആര് പറഞ്ഞു? ആ പറയുന്ന വാക്ക് ആര് പറയുന്നുവോ അതനുസരിച്ച് അർത്ഥം വ്യത്യാസം വരില്ലേ? ക്രിസ്തുവിന്റെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മുൻ ആസ്വാദനമാണ് അന്ത്യത്താഴത്തിൽ യേശു ശിഷ്യന്മാർക്ക് നൽകിയതും ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് കൽപ്പിച്ച് ഭരമേൽപ്പിച്ചതും. അവിടെയാണ് ലിറ്റർജിയുടെ ആരംഭം. ഞാൻ എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞു ലിറ്റർജിയുടെ ന്യൂക്ലിയസിൽ എന്തൊക്കെയുണ്ടെന്ന്. നമുക്കിത് ഇതിന്റെ കുറച്ചുകൂടി വിശദീകരണങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് ഈ കാര്യത്തിലേക്ക് നമുക്ക് ഒരു പ്രാവശ്യം കൂടി തിരിച്ചു വരാം. അപ്പോഴാണ് കർത്താവിൽ നേരിട്ട് കിട്ടുന്നതാണ് ലിറ്റർജി എന്ന കാര്യം നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുക. മാത്രമല്ല കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയോ അല്ലെങ്കിൽ സഭയിലെ സഭാപിതാക്കന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിച്ചതോ ആദിമസഭ കണ്ടെത്തിയതൊന്നുമല്ല. യേശു ക്രിസ്തു ചെയ്തതും ഭരമേൽപ്പിച്ചതുമായ സംഗതിയാണ് ലിറ്റർജി. ലിറ്റർജി ഇല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യാവതാരം ഇന്ന് അതിനൊരു അർത്ഥമില്ലാതെ പോകും. ദൈവത്തിന്റെ മനുഷ്യാവതാരം ഇന്നും എന്നും തുടരുന്നത് ലിറ്റർജിയിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് ലിറ്റർജി സഭയുടെ കേന്ദ്രമായിരിക്കുന്നത്, ഇത്ര പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. ആരൊക്കെ കത്തോലിക്ക സഭ ഉപേക്ഷിച്ചാലും കത്തോലിക്ക സഭയ്ക്ക് ലിറ്റർജി ഉപേക്ഷിക്കാൻ പറ്റാത്തതിന് കാരണം അത് ക്രിസ്തു ഭരമേൽപ്പിച്ചെന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.